എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് എമ്പുരാൻ L2E സിനിമയുടെ 2 ക്യാരക്ടർ റിവീലിംഗ് സംഭവിച്ചിട്ടുണ്ട്. കുറേ എണ്ണം സംഭവിച്ചിട്ടുണ്ട്. അതിലെ ലാസ്റ്റിലെ 2 എണ്ണം ഇതുവരെ ഉള്ളതിൽ 3ഉം 2ഉം. ഇനി ഒരു ഒന്നുകൂടെ ഉണ്ട്. 6 മണി. അത് ഒരേ ഒരു രാജാവിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമതായി വരും. അതിലേക്ക് നമുക്ക് പിന്നെ കിടക്കാം. എന്തായാലും നമുക്ക് 2 കഥാപാത്രങ്ങളെ കിട്ടിയിട്ടുണ്ട്. സയ്യിദ് മസൂദ്, മറ്റൊന്ന് ബൽരാജ്. ബൽരാജ് എന്ന ക്യാരക്ടർ ചെയ്യുന്നത് അഭിമന്യു സിംഗ്. സയ്യിദ് മസൂദ് നമ്മുടെ സംവിധായകൻ തന്നെ, പൃഥ്വിരാജ് സുകുമാരൻ. കാണാം ഇവരെന്താ പറയണെന്ന് അറിയാലോ. അല്ല, മൂന്നാമതായി വരുന്നത് ആരായിരുന്നു പറഞ്ഞത്? ഡോളിനെ കൊണ്ടുവന്ന സസ്പെൻസ് പോയില്ലേ? റിക്യൂണിനെ കൊണ്ടുവന്നാലും അതിന്റെ സസ്പെൻസ് പോയില്ലേ? പിന്നെ ആരാണ്? സിനിമ കാണുമ്പോ എന്തെങ്കിലും കിട്ടണ്ടേ? ഇത് അതിന് മുന്നേ എല്ലാം തന്നിട്ട് അവിടെ പോയിരുന്നിട്ട് എങ്ങനെ ഇരിക്കാനാണോ? അപ്പൊ ഇനി കൊറേ ഉണ്ടല്ലേ? എത്ര ഇരിക്കുന്നു? ഒന്നൊന്നല്ല, എത്ര നമ്മള് നോക്കിക്കൊണ്ടിരുന്നത് എന്താണെന്നറിയോ? ഒരൊറ്റ സസ്പെൻസ് മാത്രം ഇവർ നിർത്തിയിട്ട് ബാക്കിയൊക്കെ അങ്ങ് റിവീൽ ചെയ്യോ എന്നുള്ളതായിരുന്നു. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവർ ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നില്ല. അഭിമന്യു സിംഗ് എന്താണ് പറയുന്നത് നോക്കാം. ഇംഗ്ലീഷ് ആണെങ്കിൽ ഹിന്ദി ആണെങ്കിലോ തീർച്ചയായും പറ്റും. നമ്മുടെ ഇംഗ്ലീഷ്. I am Abhimanyu Singh and I play Balraj in Puran, Lucifer 2. Balraj is a really complex character. He is not just one thing. There are many layers to him. And that made playing him so interesting. As the story goes on, his character goes through a huge transformation. That shift in his character was something I really enjoyed working with Prithvi has been an amazing experience. He himself is a very good actor, and he was directing the film. So that was his biggest plus point, I would say, because when an actor is directing actors, then everything seems to be falling in the right place. I am really excited for you all to go and watch Puran in theaters. It's releasing on 27th March 2025. It's a ride you don't want to miss. തീർച്ചയായും ഒരിക്കലും മിസ് ചെയ്യില്ല. എങ്ങനെ മിസ് ചെയ്യാം? ഒരുപാട് ലേയേഴ്സ് ഉള്ള കഥാപാത്രമാണ്. പിന്നെ മാത്രല്ല, സ്പോയിലർ അല്ല പറഞ്ഞത്, അതായത് ഒരു സമയത്ത് ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ടെന്ന്. അത് ഇതിനകത്ത് പറയാൻ പാടില്ലായിരുന്നു. അല്ല, പറഞ്ഞോട്ടെ, എപ്പോഴാന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. അത് സിനിമ കാണുമ്പോഴല്ലേ അറിയാൻ പറ്റും. നമ്മളെ ആളെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാത്തിരിക്കും. കാത്തിരിക്കണ്ടേ? അപ്പം പക്ഷെ നമുക്ക് അറിയാലോ ഇപ്പൊ നമ്മുടെ ബൈജു ചെയ്ത കഥാപാത്രമല്ലേ, ആൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് ലൂസിഫർ കാണുമ്പോൾ അറിയില്ല. ആ ലെവലിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് കിട്ടിയൊരു പഞ്ചില്ലേ, ആ ഇമ്പാക്ട്, അത് നമ്മൾ മുന്നേ ഇനി ബൈജു മാറാനുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടൂലല്ലോ. അത് കിട്ടൂല. കുറച്ച് മുന്നേ ചോദിച്ചില്ലേ ഇത് 3ാം സ്ഥാനത്ത് ഡോൺലി വരുമോന്ന്? ഞാനപ്പോ പറഞ്ഞില്ലേ, ഇത് കാണുമ്പോ കിട്ടേണ്ട ഒരു സസ്പെൻസ് ഉണ്ട്. ആ സാധനം കിട്ടണം. ഡോൺലി വരുമെന്നല്ലോട്ടെ, ഡോൺലിനല്ല, ഇനി മറ്റാര്? സസ്പെൻസ് ഒരുപാടുണ്ട് സിനിമയില്. ഡോൺലി ഇല്ല, ഡോൺലിനെ വിട്ടു. നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടു, നമ്മൾ ഇല്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ അല്ല എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? അയ്യോ, ഇത് ഒരു 3-4 പ്രാവശ്യം ഈ ഒരു കാര്യം പറഞ്ഞതാണ്. ഞങ്ങൾ ഇല്ലാന്ന് പറയുന്നത് ഇല്ലാന്ന് അറിഞ്ഞിട്ട് തന്നെ കേട്ടോ. അങ്ങനെയല്ല, അതും തെറ്റാണ്. ഞാൻ ഒന്നും പറയുന്നില്ല, ഇതൊന്നും പറയാൻ പറ്റില്ല ഇതിനെ കുറിച്ച്. അതായത് ഉണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അത് വളരെ സീരിയസ് ആയിട്ട് പറയണേ. ഇപ്പോ നമ്മൾ കേട്ട സോഴ്സ് ഇല്ലേ, അവിടെ നിന്ന് പോലും ഇപ്പൊ സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. പക്ഷെ ഒരു 98% നമ്മൾ അതിൽ നിന്ന് പിന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. 2% പിന്നെ ആർക്കും വേണ്ട, അതും കൂടി വന്നേക്കാം, വരാൻ സാധ്യത ഉണ്ടെങ്കിലോ. അതായത് അത് ആള് നമ്മളോട് പറഞ്ഞിട്ടില്ല, ഇല്ല കേട്ടോ എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. അതിപ്പോഴും പറഞ്ഞിട്ടില്ല. ഒരു ഫോട്ടോ 2% അത് മതി അല്ലേ? ഫോട്ടോ വന്നാലും 3rd വരണം. പിന്നെ അപ്പോ അത് ആള് സമ്മതിച്ചാലല്ലേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ആള് സീനിൽ തന്നെ വരുമല്ലോ, അത് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോ ഫോട്ടോ ആയിട്ടൊന്നും വരില്ല. പിന്നുള്ളത് തട്ടിപ്പോയി എന്നുള്ള രീതിയിൽ കാണിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കൊണ്ടുപോയി കളയോ? അല്ലെങ്കിൽ ഒരു ഫാൻ ബോയ് മൊമെന്റ്സ് പോലെ ഏതെങ്കിലും ഒരു ചുമരിലൊക്കെ കാണിക്കില്ല നമ്മള്, അതേപോലെ കാണിക്കേണ്ടി വരും. അത് ശരിയാവില്ലല്ലോ. അപ്പോൾ ആള് വരണം. അതെ. അപ്പോൾ ആളുടെ സാന്നിധ്യം ഇല്ല എന്ന്
ഇവർ പറഞ്ഞിട്ടില്ലെങ്കിലും, അതായത് നമുക്ക് കിട്ടിയ സോഴ്സിൽ നിന്ന് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ പോലും, പക്ഷെ ഒരു 98% ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് കരുതാം, വിശ്വസിക്കാം. അതോടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ലേയേഴ്സിനെ കുറിച്ച് പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമായി തോന്നി. കാരണം ആളുടെ കഥാപാത്രം അവിടെ ഇവിടെയും വന്നു പോകുന്നൊരു കഥാപാത്രമായി. അല്ല മുഴുനീളം മേ ബി ഉണ്ടാവാം, മുഴുനീളം ഉണ്ടാവും അറിഞ്ഞൂടാ. എന്താണെങ്കിലും ആളുടെ ഒരു ക്യാരക്ടറിന്റെ പേരും ആ ഒരു ലുക്കും വെച്ചിട്ട് തോന്നുന്ന ഗുജറാത്ത് ഷെഡ്യൂളില്ലേ, അവിടുത്തെ എന്തോ സംഭവമാണ്. അതിൽ ചിലപ്പം എന്തെങ്കിലും ലെയർ ചേഞ്ച് ആവുന്ന സാധനമൊക്കെ ആയിരിക്കാം. അതായത് ഇന്ത്യയിലുള്ള പല സംഭവങ്ങളും നടക്കുമ്പോൾ അതിൽ മെയിൻ ഒരു റോള് തന്നെയായിരിക്കും ബൽരാജ്. എനിക്ക് തോന്നുന്നു ഇതിപ്പം പൃഥ്വിരാജിന്റെ സംഭവം കുറച്ച് കൂടുതലായിട്ട് തന്നെ സിനിമയിൽ ഉണ്ടാവും. അതെ അതെ അതെ, ആ ഒരു സീനിലൊക്കെ വരുന്ന സംഭവങ്ങളായിരിക്കും. ചിലപ്പോൾ കൂടെ നിൽക്കുന്ന ആളായിരിക്കും അവരുടെ കുടുംബത്തിന്റെ കൂടെ, എന്നിട്ട് അവിടുന്ന് തിരിഞ്ഞ് അതൊക്കെ ആയിരിക്കാം ഇവര് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്ന. അങ്ങനെ ആയിരിക്കണം. ഒഫീഷ്യൽ ടീസറിൽ അതായത് പൃഥ്വിരാജിന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, ആളുടെ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ഒരുപാട് ഇൻസിഡന്റ് കാണിക്കുന്നുണ്ട്. ആളെ എങ്ങനെ ഇതിന്റെ കൂടെ കൂടി എന്നുള്ളതൊക്കെ നമുക്ക് സിനിമയിൽ കാണാമെന്നുള്ളത് ടീസറിൽ നിന്ന് വ്യക്തമാണ്. അതെ. അപ്പോൾ എന്തായാലും ആ ഒരു ഇൻസിഡൻസിലും മൊത്തത്തിൽ ആളായിരിക്കും മെയിൻ ആയിരിക്കാനാണ് ചാൻസ്. എന്താണെങ്കിലും ആളുടെ ക്യാരക്ടർ അറിയാലോ, ആള് മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള സിനിമകളിലൊക്കെ ഭീകര സാധനങ്ങളായിരിക്കും. ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ വരും, പക്ഷെ ആ ചിരി നല്ലതിനല്ലാന്ന് പറയില്ലേ, അതാണ്. ഓക്കെ, ഒരുപാട് തീരൻ, അതാ ഞാൻ പറഞ്ഞ തീരൻ സിനിമയിൽ എന്താണ് എൻ്റെ അമ്മോ. അയ്യോ. ഓക്കെ, എന്തായാലും ഇനി പൃഥ്വിരാജ് സുകുമാരൻ വന്നിട്ടുണ്ട്. ഡയറക്ടറായിട്ടല്ല വന്നിട്ടുള്ളത്, നടനായിട്ടാണ്. ഓക്കെ, സയ്യിദ് മസൂദ്, ക്യാരക്ടർ നമ്പർ 2. നമസ്കാരം, ഞാൻ പൃഥ്വിരാജ്, ലൂസിഫർ ഫ്രാഞ്ചൈസിലെ സയ്യിദ് മസൂദ്. ഈ ഫ്രാഞ്ചൈസിലെ ആദ്യ ഭാഗമായ ലൂസിഫർ എന്ന സിനിമയിൽ ലോകത്തിലെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻഫേമസ് നെക്സസ് ആയ ഖുറൈഷി എബ്രാം എന്ന നെക്സസിന്റെ ഹിറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ ഹിറ്റ് ഫോഴ്സ് ലീഡ് ചെയ്യുന്ന ഒരു മേഴ്സണറി കമാൻഡോ ആയിട്ടാണ് നിങ്ങൾ സയ്യിദ് മസൂദിനെ പരിചയപ്പെട്ടത്. അങ്ങനെ മാത്രമേ നിങ്ങൾ സയ്യിദ് മസൂദിനെ ആ സിനിമയിൽ പരിചയപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ ഈ ഫ്രാഞ്ചൈസിലെ എല്ലാ കഥാപാത്രങ്ങളെ പോലെയും മുരളി ഗോപി എഴുതുന്ന എല്ലാ കഥാപാത്രങ്ങളെ പോലെയും സയ്യിദിനുമുണ്ട് അയാളുടെ ഒരു പാസ്റ്റ്, അയാളുടെ ഒരു കഥ, അയാളുടേതായിരുന്ന ഒരു ലോകം. ആ കഥ എന്താണെന്നും ആ ലോകം എന്തായിരുന്നുവെന്നും ആ പാസ്റ്റ് എന്തായിരുന്നുവെന്നും ആ ലോകത്തിലേക്ക് എങ്ങനെയാണ് ഖുറൈഷി എബ്രാം കടന്നു വന്നതെന്നും നിങ്ങൾ വളരെ ബ്രീഫായി ഈ രണ്ടാം ഭാഗമായ എമ്പുരാൻ എന്ന സിനിമയിൽ മനസ്സിലാക്കും. വളരെ കോംപ്ലക്സ് ആയ ഒരു വേൾഡാണ് ലൂസിഫർ എന്ന ആദ്യ ഭാഗത്തിൽ നിങ്ങൾ കണ്ടത്. ഒരുപാട് കഥാപാത്രങ്ങളും അവർക്കിടയിലുള്ള ക്യാരക്ടർ ഡൈനാമിക്സും ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ഈ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനിലേക്ക് വരുമ്പോൾ ആ കോംപ്ലക്സിറ്റി ഇനിയും വളരുകയാണ്. കഥാപാത്രങ്ങളുടെ എണ്ണം ഇനിയും കൂടുകയാണ്. കുറച്ചധികം കഥാ പശ്ചാത്തലങ്ങളും ഇപ്രാവശ്യം നിങ്ങൾ കാണാനിടയാകും. എന്നാൽ ഇതിനിടയിലൂടെയൊക്കെ തന്നെ വളരെ കോഹിറന്റ് ആയ ഒരു നറേറ്റീവ് ഈ സിനിമയ്ക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാണുന്ന പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ തോന്നുന്നു. ലൂസിഫറിന്റെ ആദ്യ ഭാഗം അവസാനിക്കുമ്പോൾ ഖുറൈഷി എബ്രാം എന്ന് പറയുന്ന ഈ അണ്ടർവേൾഡ് മെഗാ സിൻഡിക്കേറ്റിനെ ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന, അവരെ തൊടാൻ കഴിയുന്ന അത്രമാത്രം ശക്തിയുള്ള മറ്റൊരു ഫോഴ്സ് ഈ ലോകത്തിൽ ഇല്ല എന്ന ധാരണയിലാണ് നമ്മൾ ആ സിനിമ കണ്ടു പിരിയുന്നത്. ആ ധാരണ ശരിക്കും സത്യമായിരുന്നു. Or was it a misplaced assumption? Watch Empuran, the second part of the Lucifer franchise, on 27th of March 2025 in theaters worldwide. ഞാൻ ഒന്നും മിണ്ടാണ്ടിരുന്നെന്താ അറിയോ, ഒരു സാധനം ഉള്ളിൽ പറയാൻ വേണ്ടി എടുത്തു വെച്ചേക്ക. അത് ഇത് കഴിഞ്ഞിട്ട് പറയണല്ലോ, അത് ആദ്യം പറയട്ടെ. പൃഥ്വിരാജ് ഇങ്ങനെയാണ് ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ട് കഥ, ലാലേട്ട എമ്പുരാന്റെ സ്റ്റോറി ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റ് പറയുമ്പോൾ തന്നെ ലാലേട്ടൻ ഓക്കെടാ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. എമ്മാരി ക്ലിയർ ആയിട്ടാണ് ഒരു സാധനം പറഞ്ഞു പോയത്. എനിക്കും പറയാൻ തോന്നിയത് തന്നെയാണ്. അതായത് എന്തൊരു ക്ലാരിറ്റിയാണ് ആൾക്ക്. അമ്പോ, ഈ ലൂസിഫർ അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, എന്തായി എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്, അത് മാറ്റി വെക്കാം. എമ്പുരാൻ എന്താകും എന്നുള്ള ചില സംശയങ്ങളില്ലേ, വിജയിക്കോ പരാജയപ്പെടുമെന്നൊക്കെ പൃഥ്വിരാജിന്റെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുന്നില്ലേ. ഇപ്പോൾ ചെറുതായിട്ട് അങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അത് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് കഴിയും. അപ്പോൾ എമ്പുരാൻ എന്താകും എന്നുള്ള സംശയമുള്ളവർക്ക് അതായത് ഈ 2.5 മിനിറ്റ് വീഡിയോ എടുത്ത് കണ്ടാൽ മതി. ഇത്രയും ക്ലിയർ ഉള്ള, ഇത്രയും ക്ലാരിറ്റി ഉള്ള ഒരു സംവിധായകൻ
ആ സിനിമ ഏത് ലെവലിലേക്ക് എത്തിക്കും എന്നുള്ളതിന് ഒരു സൂചനയാണത്. എന്തിനാ പറയണ്ടത്, ഒരു സിനിമ 2.5 മിനിറ്റിൽ സംഭവം പറഞ്ഞു തീർന്നു കഴിഞ്ഞു. അതും സിമ്പിളായിട്ട് ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട്, അതെ, എന്നാൽ പല സംഭവങ്ങളും തുറന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ നമുക്കത് മനസ്സിലായിട്ടില്ല. അതായത് ഇതിൽ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഖുറേഷി അബ്രഹാം എന്ന ആ ടീമുണ്ടല്ലോ, ആ ടീമിനെ അവരെ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത് ഒരാളിൽ മാത്രം നിൽക്കുന്നതായിരിക്കില്ല എന്നുള്ളൊരു സൂചനയാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അത് വളരെ ക്ലിയർ ആയിട്ടാണ് ആൾ പറഞ്ഞത്. പിന്നെ ഡൗട്ട് വെച്ചിട്ടില്ല. പിന്നെ ആ ടീമിനെതിരെ, അതായത് ആ ടീമിനെ ആർക്കും തൊടാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ലൂസിഫറിന്റെ ലാസ്റ്റ് വെച്ചിട്ടുള്ളത്. എന്നാൽ അങ്ങനെയല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക്, അതായത് ഇവരെയൊക്കെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ശക്തമായ എതിരാളികൾ അപ്പുറത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ ലാസ്റ്റ് ചോദിച്ച ചോദ്യത്തിലുള്ളത്. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി തന്നെയാണ് ശരിക്കും എമ്പുരാൻ. എമ്പുരാനിൽ നമുക്ക് കാണേണ്ടത് അത് തന്നെയാണ്. അതായത് എബ്രാം ഖുറേഷി എന്ന ആ ഗ്യാങ്ങിനെ എതിരിടാൻ പോകുന്ന എതിരാളികൾ ആരൊക്കെയാണ് എന്നുള്ളത് എന്തായാലും അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് തന്നെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, എന്റെ പൊന്നോ, ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇങ്ങരുടെ ഈ ഒരു കാര്യത്തിലുണ്ടല്ലോ കോൺഫിഡൻസിൽ ഒരു രക്ഷയില്ല കേട്ടോ, ഭീകരം. ഇപ്പോൾ ഒരുപാട് വലിയ സ്റ്റാറുകൾ നമ്മൾ സ്വപ്നം കാണാൻ പോലും മടിക്കുന്ന പലരും ഇതിൽ ആൾറെഡി കാസ്റ്റിംഗിൽ ഇവർ റിവീൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്തായാലും ഒരു മലയാള സിനിമയിൽ ഇത്രയും വലിയ സ്റ്റാറുകളൊക്കെ വരുന്നു എന്നുള്ളത്. അതിനൊരൊറ്റ ഉത്തരവുള്ളൂ, ഇതാ പൃഥ്വിരാജ് സുകുമാരൻ. ഇതാണ് ബ്രീഫിങ്. ആരും വന്നു പോകും, എന്താരാ ചെയ്യൂലാത്തത്, വരും ചിലപ്പോൾ. വേറൊരു കാര്യമുണ്ട്, ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സ്ക്രിപ്റ്റുമായിട്ട് ഇരിക്കുന്നവരുണ്ടാവും പൃഥ്വിരാജിന്റെ മുന്നിലേക്ക് ചെല്ലാൻ, അവരൊക്കെ ഒന്ന് വിറക്കും. പറയാൻ പറ്റില്ലാത്തോണ്ടാ, അല്ലെങ്കിൽ എന്താ ഇറക്കിയാന്നുള്ളത് പറയാമോ. കാരണം പലതും നമ്മുടെ ഉള്ളിൽ കാര്യമല്ലോ, ഇത് ബ്രീഫ് ചെയ്യാനുള്ള കഴിവ് കൂടി വേണം. ഇതാണ് ശരിക്ക് എന്താണ് സ്റ്റോറി നരേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വേണം. അതായത് അത് ഒരാളെ കൺവിൻസ് ചെയ്യിക്കാൻ ഈസിയാണ്. ഇപ്പൊ നമ്മളെ പോലെ ഒരു സാധാരണക്കാരനെ ഇത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ 2.5 മിനിറ്റ് ഈ വീഡിയോ കൊണ്ട് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആൾക്ക് എന്ത് ഈസി ആയിരിക്കും ഒരു നടനെയോ അല്ലെങ്കിൽ വലിയൊരു നടൻ, എന്തിനും പ്രൊഡ്യൂസറോ ആരെ വേണമെങ്കിലും എന്ന് കൺവിൻസ് ചെയ്യിക്കാൻ ഈസി ആയിരിക്കും. അതെ, അത് ആള് ഡിഫറെന്റ് ആയിട്ടും പിടിക്കൂട്ടോ, അതൊക്കെ അതാ പറഞ്ഞ, അത് പല രീതിയിൽ ചെയ്യൂലെന്നല്ല പറഞ്ഞ. പക്ഷെ ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കേണ്ട അത് എങ്ങനെയാണോ ഇതിനകത്ത് ഇത് രണ്ടും ചർച്ചയാവും എന്നുള്ള ഭയങ്കരമായിട്ട് അറിയാം. മനസ്സിലായി. സല്യൂട്ട് അടിച്ചു പോയത്. ഷോ ആ ഫ്ലോ അങ്ങ് പോയല്ലോ, എന്തായിരുന്നു വിട്ടുപോയി. ഓക്കെ, എന്തായാലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വിഷൻ നമുക്ക് കാണാൻ പറ്റി. അതായത് സിനിമ എന്താണ്, ഇനി വരാൻ പോകുന്ന, അതായത് 3rd പാർട്ട് എന്താണെന്നുള്ളതും ഒക്കെ ആൾക്ക് വ്യക്തമായ ധാരണ ഉണ്ട്. ആ ലോകം എന്താണ്, അതിലെ കഥാപാത്രങ്ങൾ എന്താണ്, ആ കഥാപാത്രങ്ങൾക്കുള്ള തുടക്കം എന്ത്, അവസാനം എന്ത് എന്നുള്ളത് ആൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടെന്നുള്ളത് കിട്ടി. ധാരണ മാത്രമല്ല, ആൾ ചെയ്തും വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്തായാലും നമ്മൾ എത്താൻ പോകണം, കാത്തിരിക്കാം 27-ാം തീയതിയിലേക്ക് വേണ്ടിട്ട്. അല്ല, ഇപ്പൊ വന്നത് നടനല്ലേ, നമ്മൾ സംവിധായകനെ കുറിച്ചല്ല സംസാരിച്ച്, നടനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നടൻ സാധാരണ എല്ലാവരും ഇപ്പോൾ വന്നവരൊക്കെ ഒരു ഇത്ര സംഭവം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നേരെ ഡയറക്ടറിലേക്ക് പോകും. പൃഥ്വിരാജിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് പറഞ്ഞില്ല? ശരിക്കും ആള് പറയണായിരുന്നു, സയ്യിദ് മസൂദ് പറയണായിരുന്നു, പൃഥ്വിരാജ് എന്നതാണ് അല്ല സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്തതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നൊക്കെ. ഇതാണ് നമ്മളും പൃഥ്വിരാജും തമ്മിലുള്ള വ്യത്യാസം. മൂപ്പർക്ക് ബുദ്ധിയുണ്ട്, ഇല്ലാത്തോണ്ട് വന്നതാ, ബുദ്ധിശൂന്യത, അതുകൊണ്ട് മാത്രം വന്ന സാധനം. സയ്യിദ് മസൂദ് എന്ന ക്യാരക്ടറായിട്ട് കാണേ പൃഥ്വിരാജിനെ മാറ്റിയിടും. ഡയറക്ടറെ ഒഴിവാക്കല്ല, പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടനെ ഒഴിവാക്കണം, നടനെ ഒഴിവാക്കരുത്, പിന്നെ സംവിധായകനെ ഒഴിവാക്കരുത്. അപ്പൊ പറയേണ്ടത് സംവിധായകനെ കുറിച്ചല്ലേ, ആ സംവിധായകനെ കുറിച്ച് പറയണം. പൃഥ്വിരാജ് സംവിധായകൻ അവിടെ, ഇത് സയ്യിദ് മസൂദ് എന്ന നടൻ. ആള് പറയണേ, അല്ല ആളെ തന്നെ ഡയറക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ, അപ്പോൾ ആളുടെ ഡയറക്ഷൻ വേറെ ലെവലാണ്, അടിപൊളിയാണ്. എന്തായാലും ഇതുവരെ എല്ലാം വന്നല്ലോ, 35 വന്നല്ലോ. അപ്പോൾ 34 35 ഇതും കൂടി ഒരു 35, ഇന്ന് 36ാമത്തെ ഇനി വരാനുള്ള ലാലേട്ടൻ. അതെ, അപ്പോ നമ്മളിപ്പോ പറയുന്നത് പൃഥ്വിരാജിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല, ഇതിൽ വന്നിട്ടില്ല. അതുവരെ വന്നു, 34 വന്നു. അപ്പൊ 35 കുറക്കണ്ട പറയാറുന്നു പറഞ്ഞു. പൊളിച്ചിത്തര എന്താ വെച്ചൊരു കുറവാ, അതുകൊണ്ടാ നമ്മളത്ര എത്തിയിട്ടില്ല. അതും കൂടി പഠിച്ചാൽ 2 ദിവസം കിഴിയോടെ കണ്ടു കഴിഞ്ഞാൽ അതും കൂടി പഠിക്കുന്നു, നമ്മുടെ അതെ റേഞ്ചിലേക്ക് എത്തും.
നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? പിന്നെന്താ, എന്നിട്ട് അത് ഇവർക്ക് തന്നെ അറിയാലോ. നമ്മള് എന്തെങ്കിലും ഒരു കുഞ്ഞിന് കിട്ടിയാൽ തന്നെ അങ്ങ് കൊണ്ടുപോകും എന്നുള്ള കാര്യം. അയ്യോ, ഏതറ്റം വരെ എത്തിക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. ശരിക്കും 8 മിനിറ്റിന്റെ കുറഞ്ഞൊന്നും വീഡിയോ ചെയ്യരുത്. എന്തൊക്കെ പറയാണ്ടാവൂലേ? സത്യം നഷ്ടാട്ടോ 2.5 മിനിറ്റിന്റെ ഒക്കെ വീഡിയോ പുറത്തിടുന്നത്. അതെ. എന്താണെങ്കിലും പോവാണ്. മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. 6 മണിക്ക് നമുക്ക് ഒരേ ഒരു രാജാവ്. ബ്രാവ്.